ഡിസംബർ 21 ആഗമനകാലത്തിലെ 4-ാം ഞായറാഴ്ച. മത്തായി 1:18 മുതൽ 24 വരെ വാക്യങ്ങൾ. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ജന്മദിനത്തിൽ എൻ്റെ അമ്മ ഞാൻ ജനിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് എന്നോട് പറയാറുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ മൂത്ത സഹോദരി, ഇപ്പോൾ ഒരു കാർമലൈറ്റ് സിസ്റ്ററായ സിസ്റ്റർ ആൻ, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയും. എനിക്ക് ഏകദേശം 2 വയസ്സുള്ളപ്പോൾ ദഹനക്കേട് അനുഭവപ്പെട്ടതായി പറഞ്ഞു. ഞാൻ കഴിച്ചതെല്ലാം ഉടനടി പുറന്തള്ളപ്പെട്ടു. അതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ മനുഷ്യരൂപം തന്നെ നഷ്ടപ്പെട്ടു. ഒരിക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ ഭിക്ഷയാചിക്കാൻ വന്നപ്പോൾ ഞാൻ മുറിയിൽ കട്ടിലിൽ ഇരിക്കുന്നത് കണ്ട് അവൻ എൻ്റെ അമ്മയോട് ചോദിച്ചത്രേ, ആ ഇരിക്കുന്ന ഒരു കുരങ്ങാണോ? ഒരിക്കൽ എനിക്ക് അസുഖം കൂടി ഞാൻ മരിച്ചുവെന്ന് എൻ്റെ മുത്തശ്ശി കരുതി. അന്ത്യകർമ്മങ്ങൾക്കായി പുരോഹിതനെ വിളിക്കാൻ അവർ എൻ്റെ അപ്പനോട് ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജനന സാഹചര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും എന്നെനിക്കറിയാം. യേശുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്തായി ഇന്നത്തെ മനുഷ്യാവതാരത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. യഹൂദ വിവാഹ ആചാരങ്ങളിൽ 3 ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. ആദ്യപടി വിവാഹ നിശ്ചയമായിരുന്നു. വിവാഹ നിശ്ചയം പലപ്പോഴും മാതാപിതാക്കളോ ഒരു ജൂത വിവാഹ ദല്ലാളോ ആണ് തീരുമാനിച്ചിരുന്നത്. വിവാഹ നിശ്ചയത്തിന് മുമ്പ് യുവദമ്പതികൾക്ക് പരസ്പരം അറിവില്ലായിരുന്നു. രണ്ടാമത്തെ ഘട്ടം മനസ്സമ്മതമായിരുന്നു. വിവാഹ നിശ്ചയം അല്ലെങ്കിൽ ആ മനസ്സമ്മതം മുതൽ വിവാഹം വരെ 1 വർഷം നീണ്ടു നിൽക്കും. അത് ദമ്പതികൾക്ക് പരസ്പരം അറിയാൻ അവസരം ലഭിക്കും. മനസ്സമ്മതം നടന്നു കഴിഞ്ഞാൽ അവർ ഏതാണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി അറിയപ്പെടുന്നു. അതുകൊണ്ട് മനസ്സമ്മതം വളരെ ഗൗരവമേറിയതായിരുന്നു. വിവാഹമോചനത്തിലൂടെ മാത്രമേ അത് അവസാനിപ്പിക്കാൻ കഴിയൂ. മൂന്നാമത്തെ ഘട്ടം ശരിക്കുള്ള വിവാഹം. അപ്പോൾ യഹൂദ വിവാഹ നടപടിക്രമത്തിൻ്റെ 2-ാം ഘട്ടത്തിലാണ് മറിയം ഗർഭിണിയാണെന്ന് ജോസഫ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായി ഇസയാസ് പ്രവാചകൻ്റെ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന പ്രവചനത്തെക്കുറിച്ചുള്ള പരാമർശം കാണാം. അദ്ദേഹം പറയുന്നു, ഇതെല്ലാം സംഭവിച്ചത് പ്രവാചകൻ മുഖാന്തരം കർത്താവ് പറഞ്ഞത് നിവൃത്തിയാകാനാണ്. ഒരു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവർ അവനെ ഇമ്മാനുവൽ എന്ന് വിളിക്കും. ദൈവം നമ്മോടൊപ്പം എന്നർത്ഥമുള്ള ഒരു പേര്. ദൈവം നമുക്ക് സന്നിഹിതനാവുന്നത് 3 വഴികളിലൂടെയാണ്. ഒന്നാമതായി, ദൈവം തൻ്റെ സൃഷ്ടിയിൽ നമുക്ക് സന്നിഹിതനാണ്. പ്രത്യേകിച്ച് ആ സൃഷ്ടിയുടെ നിലനിർത്തലിൽ. ദൈവം എല്ലാം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ദൈവം എല്ലാം പരിപാലിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, ബൈബിളിൽ തൻ്റെ വചനത്തിൽ ദൈവം സന്നിഹിതനാണ്. ബൈബിൾ വാസ്തവത്തിൽ പിതാവ് തൻ്റെ മക്കൾക്ക് എഴുതിയ സ്നേഹലേഖനമാണ് എന്ന് പറയപ്പെടുന്നു. ബൈബിളിലൂടെ ദൈവത്തിൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും സ്പഷ്ടമായും യഥാർത്ഥമായും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒടുവിൽ ദൈവം തൻ്റെ പുത്രനായ യേശുവിൽ നമ്മൾക്ക് സന്നിഹിതനാണ്. യേശുവിൻ്റെ ജനനത്തോടെ നമ്മുടെ ഇടയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വലിയ ചുവടുവയ്പ് നടത്തി. ദൈവം സൃഷ്ടിയിൽ മാത്രമല്ല, വാക്കിലും മാത്രമല്ല, വ്യക്തിപരമായും
നമ്മുടെ ഇടയിൽ സന്നിഹിതനാകുന്നു. ഇതാണ് ക്രിസ്മസിൽ നാം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. യേശുവിൻ്റെ മാംസ രക്ത വ്യക്തിത്വത്തിൽ നമ്മുടെ ഇടയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം. എല്ലാവർക്കും ആസന്നമാവുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.